ഹായ്, ഇനി നമ്മൾ ഇതിലോട്ടുള്ള എയർ ഡീറ്റെയിൽസ് നമുക്ക് മിസ്സായി പോയിട്ടുള്ള എയർ ഡീറ്റെയിൽസ് റിക്കവർ ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്ന അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് നമ്മുടെ ക്ലിപ്പ് നമ്മൾ കീ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ക്ലിപ്പിൽ ജസ്റ്റ് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. ദെൻ അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ക്രീൻ മാറ്റിൻ്റെ ഉള്ളിൽ പോയിട്ട് നമ്മൾ സ്ട്രിങ്ക് ആൻഡ് ഗ്രോ പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. സോ അവിടെ എന്ത് ചെയ്യുന്നു അവിടെ ഞാൻ വാല്യൂ ഒന്ന് അപ്പ് ചെയ്ത് കൊടുക്കണം. സോ സ്ട്രിങ്ക് ആൻഡ് ഗ്രോ എന്ന് പറയുമ്പോൾ നമ്മുടെ എഡ്ജസ് ഇപ്പോൾ നിലവിലുള്ള എഡ്ജസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഈ എഡ്ജസ് നിങ്ങൾക്ക് ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിലോ അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഈ വാല്യൂ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്ക്രീൻ സ്ട്രിങ്ക് ഗ്രോ എന്നുള്ള ഓപ്ഷൻ ഞാൻ അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇവിടെ ഇതിൻ്റെ നമ്മുടെ എഡ്ജസ് അപ്പായി വരുന്നത്. അതുപോലെ ഡൗൺ ചെയ്ത് വരികയാണെങ്കിൽ ഇപ്പോൾ നിലവിലൊരു ബ്ലാക്ക് പോർഷൻസ് നമ്മുടെ എഡ്ജസിൽ വരുന്നുണ്ട്. സോ അത് റിമൂവ് ചെയ്യണമെങ്കിൽ ഒന്ന് വാല്യൂ ഒന്ന് ഡൗൺ ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, സോ ഇങ്ങനെ ഡൗൺ ചെയ്ത് കഴിഞ്ഞാലും ആ വാല്യൂസ് അവിടെ വിസിബിളായി വരും. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ 0 കൊടുക്കുന്നു. ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് നമ്മുടെ സെക്ഷനിൽ. സോ ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, സ്ട്രിങ്ക് ആൻഡ് ഗ്രോ വാല്യൂ ഞാനൊന്ന് അപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. സോ അതായത് നമ്മുടെ ഇവിടുത്തെ എയർ ഡീറ്റെയിൽസ് ഒന്ന് വിസിബിൾ ആവുന്ന രീതിയിൽ ഒന്ന് അപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ സ്ക്രീൻ സോഫ്റ്റ്നെസ്സും ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്ന് അപ്പ് ചെയ്ത് കൊടുക്കണം, ഒന്ന് സോഫ്റ്റ്നെസ് കൂട്ടി കൊടുക്കണം. ഓക്കെ, ഫൈൻ. അപ്പോൾ നേരത്തെ ഇവിടെ സോഫ്റ്റ്നെസ് നമ്മൾ കൂട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ ഹാർഡ് എഡ്ജസ് ആണ് വരുന്നത്. സോ ഞാൻ എന്ത് ചെയ്യുന്നത്, വാല്യൂ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എഡ്ജസ് ഒന്ന് നല്ല രീതിയിലൊരു എഡ്ജസ് കിട്ടും. സോ ഇനി എന്ത് ചെയ്യുന്നു, ഇനി ഞാൻ ഇവിടെ മോഡിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്നല്ലെങ്കിൽ സോഫ്റ്റ് ലൈറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഹാർഡ് ലൈറ്റ് കൊടുക്കാം. ഞാൻ ഹാർഡ് ലൈറ്റ് കൊടുക്കുകയാണ്. സോ അല്ലെങ്കിൽ സോഫ്റ്റ് ലൈറ്റ് നമുക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു, സോഫ്റ്റ് ലൈറ്റ് ആക്കിയിട്ട് ഞാൻ മെയിൻ ഫൂട്ടേജിൻ്റെ താഴോട്ട് ഇടുകയാണ്. മെയിൻ ഫൂട്ടേജ് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അത് എനേബിൾ ചെയ്ത് വെക്കുകയാണ്. ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു, താഴോട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള ആ ലെയറിൽ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ നോക്കുകയാണ്. സോ നമുക്ക് എയർ ഡീറ്റെയിൽസ് ഏകദേശം റിക്കവറി ആയി വന്നിട്ടുണ്ട്. ഞാൻ ഓൺ ആൻഡ് ഓഫ് ചെയ്ത് കാണിക്കുക. കണ്ടോ, എയർ ഡീറ്റെയിൽസ് കുറേയൊക്കെ റിക്കവറി ആയി വന്നിട്ടുണ്ട്. സോ കണ്ടോ, ഈ പോർഷൻസിലൊക്കെ ഞാൻ ഓൺ ആൻഡ് ഓഫ് ചെയ്ത് കാണിക്കാം. കണ്ടോ, എയർ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ റീപ്ലേസ് മെത്തേഡ് എന്നുള്ളുണ്ട്. സോ ഇവിടെ റീപ്ലേസ് മെത്തേഡ് എന്നുള്ള ഓപ്ഷനിൽ ഞാൻ ഹാർഡ് കളർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സോ അത് ചൂസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് സോഫ്റ്റ് തന്നെ കൊടുക്കും. ഞാൻ ഹാർഡ് കളർ കൊടുക്കണം. അതുപോലെ തന്നെ മോഡ് ഞാൻ ജസ്റ്റ് ഹാർഡ് ലൈറ്റിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പം ഏകദേശം ഓക്കെ ആയി വന്നിട്ടുണ്ട്. സോ റിക്കവറി വന്നിട്ടുണ്ട്. ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒന്ന് മാസ്ക് ചെയ്ത് കൊടുക്കുകയാണ് അതിന്. ഓക്കെ, നമുക്ക് ഈ പോർഷൻസ് മാത്രം മതി. കാരണം നമ്മൾ ഇവിടെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നതോടെ തന്നെ ഇവിടെ ബ്ലാക്ക് പോർഷൻസ് കുറച്ച് കയറി വരും. സോ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, മാസ്ക് ചെയ്യുന്നത് ഇങ്ങനെ. ഓക്കെ, ദെൻ ഞാൻ ഇവിടെ മാസ്ക് പാത്തിൽ പോയിട്ട് ഇവിടെ ഇതിന് ഫെദർ വാല്യൂ ഒന്ന് അപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, സോ അതുപോലെ തന്നെ നമ്മുടെ മെയിൻ കീ പോയിന്റിൽ പോയിട്ട് അതിൻ്റെ സ്ട്രിങ്ക് ഗ്രോ വാല്യൂ ഒന്ന് ഡൗൺ ചെയ്യണം. കാരണം ഇവിടെ എഡ്ജസ് ഭയങ്കര ഒരു ഡാർക്ക് ഷെയ്ഡ് വരുന്നുണ്ട്. സോ അതൊന്ന് ഡൗൺ ചെയ്ത് കൊടുക്കുകയാണ്. സോ ഓക്കെ പെർഫെക്റ്റ്ലി വന്നിട്ടുണ്ട്. സോ ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ട് അത് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്ക് എയർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ റിക്കവർ ആയി വന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് വേറെ ടൈപ്പ് ഓഫ് ഫൂട്ടേജ്, നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ ടൈപ്പ് ബാക്ക്ഗ്രൗണ്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അത് മാച്ച് ചെയ്യണമല്ലോ. ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഫോർഗ്രൗണ്ട് തമ്മിൽ നമ്മൾ മാച്ച് ചെയ്യണമല്ലോ. സോ അത് മാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ.